എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, നമ്മൾ കുറെ കാലത്തിന് ശേഷം ഇന്ന് ഒരു ഗെയിം റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ. മറ്റൊന്നുമല്ല, ബ്ലാക്ക് മിത്ത് വൂക്കോങ് എന്ന് പറഞ്ഞ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഗെയിമിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ. എനിക്കറിയാം നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് വളരെ ചുരുക്കം തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രചോദിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ബാക്കിയുള്ള ഏതൊരു മീഡിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അത് എസ്പെഷ്യലി കേരളത്തിൽ അത്യാവശ്യം കുറവ് തന്നെയാണ്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ നമുക്ക് എങ്ങനെയെങ്കിലും വളർത്തണം. സോ അതിനുവേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യണം. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഈ വീഡിയോ. അധികം ആൾക്കാർ കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ അടുത്തിടെ ഞാൻ കളിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഗെയിമും കൂടി തന്നെയാണിത്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണേ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗെയിം സയൻസ് ആണ് ഈ ഒരു ഗെയിം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചൈനീസ് സ്റ്റുഡിയോ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗെയിമിന് പ്രത്യേകത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺറിയൽ എഞ്ചിൻ 5 ആണ്. കാരണം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായി കളിക്കുന്ന ഒരു അൺറിയൽ എഞ്ചിൻ 5 ഗെയിമും കൂടി തന്നെയാണിത്. കാരണം എന്താ പറയുക, നമുക്കറിയാം അൺറിയൽ എഞ്ചിൻ 4 നിന്ന് 5 നോക്കുമ്പോൾ ഒത്തിരിയധികം ഇമ്പ്രൂവ്മെൻറ്റ് ആൾക്കാർ അതിനകത്ത് കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഏകദേശം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തിന് ഞാൻ കൂടുതൽ പറയുന്നത്, ഈ ഒരു ഗെയിമിങ്ങിൻ്റെ ഓപ്പണിങ് സീക്വൻസ്, അതായത് ഫോട്ടോ റിയലിസ്റ്റിക് സിനിമ ക്വാളിറ്റിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ മങ്കി മാൻ ആ ഒരു ക്ലൗഡിൻ്റെ പൊക്കത്തൂടെയൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ട് പോകുന്നത്, അത് ഒബ്വിയസ്ലി ഗെയിമിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് അതിനുവേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ നമുക്ക് പറയാം. സോ അതാണ് ഈ ഒരു ഗെയിമിനെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാ ആൾക്കാരുടെയും മൈൻഡിലുണ്ടായിരുന്നത് തന്നെയാണ്, ഇത് സത്യം പറഞ്ഞാൽ എൽഡൻ റിംഗ് പോലത്തെ ഒരു ഗെയിം ആണോ എന്നുള്ളൊരു കാര്യം, അതായത് സോൾസ് ലൈക്ക് ആണോ എന്നുള്ള പല കാര്യങ്ങളും എല്ലാവരുടെയും മൈൻഡിലുണ്ടായിരുന്നു. സോ ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ആൻസർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ എലിഫന്റ് ഇൻ ദ റൂം ആയിട്ടുള്ള ഗ്രാഫിക്സിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ആൻഡ് ഒരേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ സിസ്റ്റം 3070 Ti ആണ്. ആൻഡ് അത് വെച്ചിട്ട് എനിക്ക് റൺ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അൺറിയൽ എഞ്ചിൻ 5 കൊണ്ട് തന്നെയാണ് ഈ ഒരു ഗെയിം ഇറക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രീതിയിലുള്ള ഗ്രാഫിക്സ് ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഓരോ സീക്വൻസിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം ഈവൻ നിങ്ങളുടെ കയ്യിൽ 4090 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അപ്പ് സ്കെയിലർ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ഒരു ഫ്രെയിം റേറ്റിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം റൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം 4090 ഉണ്ടെങ്കിലും നിങ്ങൾ DLSS ഓൺ ചെയ്യണം, അതിൻ്റെ കൂടെ ഫ്രെയിം ജനറേഷൻ ഓൺ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം ഒരു 60 to 80 FPS നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, മേ ബി എൻ്റെ കാർഡിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരിനി പുതിയ വരുന്ന എന്തെങ്കിലും പാച്ചസ് വെച്ച് അവർ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷട്ടറിങ്ങും ഫ്രെയിം ഫ്രീസസ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺറിയൽ എഞ്ചിൻ 5ൻ്റെ ഷാഡർ ക്യാഷിയുടെ ഇഷ്യൂ ആയിരിക്കും. കാരണം ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഷാഡർ കോംപിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം നമുക്ക് അൺറിയൽ എഞ്ചിൻ 5 കിട്ടും. അത് ഗെയിം കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാനാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് എഞ്ചിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അവർ ഗെയിം കുറച്ചും കൂടി ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് തന്നെയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും പറയുള്ളൂ, നല്ലൊരു CPU GPU ഹെവി ഗെയിം തന്നെയാണിത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനിലേ കളിക്കാൻ പറ്റില്ല. എക്സ്ബോക്സിൽ ഈ ഗെയിം ഇറങ്ങിയിട്ടില്ല. സോ നല്ലൊരു സിസ്റ്റം റിക്വയർമെൻറ്റ് വേണം ഈ ഒരു ഗെയിം കളിക്കാൻ. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ആദ്യത്തെ നല്ലൊരു കാര്യവും അത് കൂടാതെ തന്നെ പോരായ്മയും. കാരണം കുറച്ചും കൂടി അവർക്ക് ഗ്രാഫിക്സ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ ഗെയിമിന്റെ സ്റ്റോറിയിലേക്ക് നമ്മൾ നോക്കി, ഇത് അത്രയ്ക്ക് നറേറ്റീവ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ജേർണി ടു ദ വെസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി, ആ ഒരു ചൈനീസ് സ്റ്റോറിയുടെ ഒരു അഡാപ്റ്റേഷനാണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ സ്റ്റോറിയേക്കാൾ ഉപരി ഗെയിം പ്ലേ ആണ്. ഗെയിം പ്ലേയും അതുകൂടാതെ ഇതിനകത്തുള്ള ബോസസും ആണ് അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഏകദേശം നിങ്ങൾ അത് പ്രതീക്ഷിച്ച് ഈ ഒരു ഗെയിം കളിക്കാൻ പോകും. നല്ലൊരു സ്റ്റോറി ഫോക്കസ്ഡ് ഗെയിം ആണോന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഗോഡ് ഓഫ് വാർ കളിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ അതേപോലത്തെ ജോൺറയിലുള്ള ഗെയിം കളിക്കും. കാരണം നമ്മൾ ആക്ച്വലി എൽഡൻ റിംഗ് കളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്റ്റോറിക്ക് വേണ്ടിയല്ല എൽഡൻ റിംഗ് കളിക്കുന്നത്, നമ്മൾ ആ ഒരു യുണീക്ക് ബോസസ് വേണ്ടിയിട്ട്, ആ ഒരു വേൾഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഏകദേശം അതേ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ബ്ലാക്ക് മിത്ത് വൂക്കോണിൽ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ എൽഡൻ റിംഗ് വെച്ച് നോക്കണമെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റോറി ഇതിനകത്തുണ്ട്. അതൊരു ഓക്കെ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. പക്ഷേ ഗെയിം പ്ലേ ആണ്
ഈ ഗെയിമിനെ വേറെ ലെവലാക്കുന്നത്. സോ ഇനി ഗെയിം പ്ലേയിലേക്ക് നമ്മൾ നോക്കിയിട്ട് ആദ്യമേ ഞാൻ പറയും ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിം അല്ല, ഇതൊരു ലെവൽ ബേസ്ഡ് ഗെയിമാണ്. നമ്മൾ എങ്ങനെയാണ് ഗോഡ് ഓഫ് വാർ ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്പെസിഫിക് ലെവൽ ഉണ്ടാവും, ആ ലെവലിനകത്ത് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് എക്സ്പ്ലോറേഷൻ ഈ ഒരു ഗെയിം ഹെവിലി നമ്മളെ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയധികം റിസോഴ്സസ് കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മെയിൻ ബോസസിന്റെ ബാറ്റിലിന്റെ കൂടെ തന്നെ നമുക്ക് കുറേയധികം മിനി ബോസസിനെയൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ എക്സ്പ്ലോറേഷൻ ഈ ഗെയിമിൻ്റെ ഒരു വലിയൊരു മെക്കാനിക്ക് കൂടി തന്നെയാണ്. സോ അത് നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനമായി ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഗ്രസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇനി ഗെയിമിനകത്തുള്ള ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓഡിയോ പൊളിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊരു വിഷ്വൽ, അതായത് സറൗണ്ടിൽ നിങ്ങൾ ഇട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്ന അറ്റാക്ക് വരെ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നിയ ചെറിയൊരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൊട്ടോഗണിസ്റ്റ്, അതായത് നമ്മുടെ മങ്കി മാൻ്റെ വോയിസ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിനകത്ത് പുള്ളിക്കാരൻ ഡയലോഗ് കേട്ടിട്ട് ഇതേപോലെ പുള്ളിക്കാരൻ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ല എന്നാണ് ഇംഗ്ലീഷ് ഡബ്ബിങ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇത് സത്യം ഒരു ചൈനീസ് ഗെയിമാണ്. സോ അവർ അങ്ങനെ വിചാരിച്ച് ഡബ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ചൈനീസ് ഡബ്ബി നിങ്ങൾ കളിച്ച് നോക്കി, നിങ്ങൾക്ക് നമ്മൾ ജാപ്പനീസ് ആനിമി നമ്മൾ സബ് വെച്ച് കാണുന്ന പോലെ. പക്ഷെ എനിക്ക് ആ വോയിസ് എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിനകത്ത് നമ്മുടെ മങ്കി മാൻ്റെ വോയിസ് വളരെ കുറവാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അത് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ഇനി നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയ കോർ ആയിട്ടുള്ളൊരു സാധനത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം, കോമ്പാക്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. ആദ്യം തന്നെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് ഞാൻ വരാം. ഇതൊരു സോൾ ലൈക്ക് ബേസ്ഡ് ഗെയിം ആണോ അല്ലെങ്കിൽ എൽഡൻ റിംഗ് പോലത്തെ ഒരു ഗെയിം ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. സിമിലാരിറ്റി ഉണ്ട്, സോൾ ലൈക്ക് ആയിട്ടുള്ള കോമ്പാക്റ്റിന്റെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഇത് മൊത്തത്തോടെ ഒരു സോൾ ലൈക്ക് ഗെയിം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിമി നമുക്ക് ഇതിനകത്ത് ലോക്ക് ഓൺ ചെയ്യാൻ പറ്റും, ആർമേഴ്സിന് DPSും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഓരോ ഫുൾ സെറ്റ് ഇട്ടിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇതൊരു സോൾ ലൈക്ക് ഗെയിം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഗെയിമിന്റെ കോർ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാഫാണ് ഇതിനകത്തുള്ള മെയിൻ വെപ്പൺ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ കുറേ സ്പെൽസ് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇതിനകത്ത് ഡോജിങ് ആണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ സാധനം. അതായത് പാരി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. മെയിൻലി ഇതിനകത്തുള്ള കോമ്പാറ്റ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഡോജ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക, അല്ലാതെ പാരി അല്ല. കാരണം പാരിയാണ് കുറച്ചും കൂടി ഗെയിമിനെ സോൾസ് ലൈക്ക് ആക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പാരി എന്ന് പറയുന്ന ഒരു മെക്കാനിക് ഈ ഗെയിമിനകത്തില്ല. ഇത് കുറച്ചും കൂടി ഡോജ് ആൻഡ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. സോ അതാണ് ഈ ഒരു ഗെയിമിന്റെ കോമ്പാറ്റിനെ മറ്റൊരു വ്യത്യസ്തത ആക്കുന്ന ഒരു സാധനം. ഇനി ഈ ഒരു ഗെയിമിനകത്ത് സ്റ്റെൽത്ത് മെക്കാനിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുണ്ട്. കാരണം നമുക്ക് 1-2 സ്പെൽസ് ഒക്കെ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തോടെ ഇതൊരു സ്റ്റെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം അല്ല. ഇത് മോർ ലൈക്ക് ഇതൊരു ആക്ഷൻ ഗെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് അപ്രോച്ച് ഓഫ് കോമ്പാക്റ്റ് ആണ് ഈ ഒരു ഗെയിമിനകത്ത് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്തൊരു 6 ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് എസ്പെഷ്യലി എടുത്ത് പറയുന്ന സ്റ്റാൻസസ് തന്നെയാണ്. അതായത് സ്മാഷ്, പില്ലർ, ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡിഫറെന്റ് സ്റ്റാൻസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. കോമ്പാക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അത് നമുക്ക് നമ്മുടെ സ്കിൽ ട്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന യുണീക്ക് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മളൊരു ബോസിനെ കൊന്നാൽ നമുക്ക് ആ ഒരു ബോസിന്റെ എബിലിറ്റി നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ വേറെ ബോസ് ആയിട്ട് ബാറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എബിലിറ്റി അതിന് കൂൾ ഡൗൺ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ബോസ് ആയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു എബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ആ ഒരു പവർ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ കഴിയും. സോ ഇനി ഈ ഒരു ഗെയിമിന്റെ മറ്റൊരു വലിയൊരു USP എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ഗെയിമിനകത്തുള്ള ബോസസ് തന്നെയാണ്. ഇതിനകത്ത് കുറേ അധികം രീതിയിലുള്ള യുണീക്ക് ആയിട്ടുള്ള ബോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനകത്ത് ഏതൊക്കെ അനിമൽസ് ബോസ് ആയിട്ട് വരണം എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ അതെല്ലാം നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് കിട്ടുന്നുണ്ട്. അതായതെന്ന് പറഞ്ഞാൽ തവളയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ചെന്നായിയുണ്ട്, പുലിയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഇതിനകത്തുള്ള ബോസിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയ ബാക്കിയുള്ള മിനി ബോസസിൻ്റെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഇത് തന്നെയാണ് എനിക്ക് ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. കാരണം അതാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര കോമ്പാക്റ്റ് എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ തന്നെ അഡിക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഗ്രാഫിക്കൽ ഇഷ്യൂസ് തന്നെയാണ്. അത് അവർ ശരിയാക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഗെയിമിനകത്ത് ഡെനോവോ DRM കൂടി ഉണ്ട്. സോ അതും ഈ ഗെയിമിൻ്റെ പെർഫോമൻസിന് ഇഷ്യൂ കൊണ്ടുവരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡെനോവോ അവരിനകത്ത് കൊണ്ടുവന്നേക്കണം ഗെയിം ഇപ്പം അടുത്തൊന്നും ക്രാക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഗെയിം ക്രാക്ക് ആയിട്ടില്ല, അതും കൂടി മനസ്സിലാക്കണം. സോ നമുക്ക് ഗെയിം കുറച്ചും കൂടി കൂടുതൽ CPU GPU ഓറിയൻറ്റഡ് തന്നെയാണ്.
നല്ലൊരു പവർഫുൾ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൺ ചെയ്യാൻ കഴിയുള്ളൂ. സോ എൻ്റെ ഈ ഗെയിമിൻ്റെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 out of 10. നിങ്ങൾ ഇതേപോലത്തെ ആക്ഷൻ ഫാൻറ്റസി ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കളിച്ച് നോക്കുമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, കാരണം ഗെയിം എന്താണെങ്കിലും ക്രാക്ക് ആയിട്ടില്ല, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗെയിം എന്താണെങ്കിലും സെയിലിൽ വരുന്നത് തന്നെയാണ് സ്റ്റീമിൽ. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ വാങ്ങുക, കളിക്കുക എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഈ ടൈം കൊണ്ട് അവർ ഗെയിം കുറേ പാച്ചൊക്കെ ഇറക്കിയിട്ട് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യട്ടെ എന്ന് കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റീമിൻ്റെ ചാർട്ട്, അതായത് സ്റ്റീമിൻ്റെ ഹയസ്റ്റ് പ്ലേയിങ് ചാർട്ട് വരെ വെട്ടിച്ച ഗെയിം കൂടി തന്നെയാണിത്. 2 മില്യൺ കൺകറന്റ് പ്ലെയറിൽ വരെ എത്തിയത് തന്നെയാണ്. സോ ഇതെല്ലാം തന്നെയാണ് ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള സജഷൻസും അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ കൂടുതൽ ഗെയിം റിവ്യൂസ് എല്ലാം നമ്മുടെ ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ലീഷേ ആയിട്ട് പറയുന്ന പോലെ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് 1 സെക്കൻഡ് പോലും വേണ്ട ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ. സോ ഒന്ന് പരിഗണിക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും നിങ്ങൾക്ക് ചെയ്യാവുന്ന തന്നെയാണ്, ഇഷ്ടപ്പെല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.